നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കോട്ടയം തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി അമിത് തുറാങ്ങിനെ കുടുക്കിയത് ഇൻസ്റ്റഗ്രാം ഭ്രമം. സുഹൃത്തിന്റെ വൈഫൈ അക്കൗണ്ട് ഉപയോഗിച്ച് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതി പിടിയിലാകുന്നത്. അതേസമയം അമിത് തുറാങ്ങിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇയാൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള വ്യക്തിയാണ്. കൊലപാതക ശേഷവും ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടപെടാനുള്ള പ്രവണതയുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് സുഹൃത്തിന്റെ വൈഫൈ ഉപയോഗിച്ച് കൊല നടത്തിയ വീട്ടിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയ ഫോണിൽ ഇൻസ്റ്റഗ്രാം ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചത്. അതാണ് പോലീസിന് ട്രാക്ക് ചെയ്യാൻ സാധിച്ചതെന്നാണ് വിവരം. ഇന്നലെയാണ് ഇയാൾ തൃശൂരിൽ നിന്നും പിടിയിലായത്. CCTV പരിശോധനയിൽ പ്രതി രക്ഷപ്പെട്ടതിനെ കുറിച്ച് വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. കൊലപാതക സ്ഥലത്തു നിന്നും മോഷ്ടിച്ച ഫോണാണ് ഇയാൾ ഓൺ ചെയ്തത്. ടവർ ലൊക്കേഷൻ ലഭിച്ചതിന് പിന്നാലെ കോട്ടയത്തു നിന്നുള്ള പോലീസ് സംഘം തൃശൂരിലെത്തി ഇന്നലെ പുലർച്ചെ പ്രതിയെ പിടികൂടുകയായിരുന്നു. മാള മേലടൂരിലെ കോഴിഫാമിന്റെ കെട്ടിടത്തിൽ നിന്നാണ് അമിത് എന്ന അസം സ്വദേശിയെ പിടികൂടിയത്. പ്രതിക്കൊപ്പം സഹോദരനെയും പോലീസ് കരുതൽ തടങ്കലായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ മോഷണ കേസിൽ പ്രതിയെ പണം വാങ്ങി ജാമ്യത്തിലിറക്കിയ വൈക്കം സ്വദേശികളായ 2 യുവതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർക്ക് കേസുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. കൊലപാതകം ചെയ്യാനായി 3 ദിവസം കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ലോഡ്ജിൽ പ്രതി താമസിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന്റെ അന്ന് രാത്രി 10 മണിക്ക് പ്രതി ഇറങ്ങിപ്പോകുന്നതും പുലർച്ചെ 4:15 മടങ്ങിയെത്തുന്നതും ലോഡ്ജിന്റെ CCTVയിൽ കാണാനാകും. ആയുധത്തിലടക്കമുള്ള വിരലടയാളമാണ് പ്രതി അമിത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കാരണം. വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന CBI സംഘവും കോട്ടയത്തെത്തി അറസ്റ്റിന്റെ വിവരങ്ങൾ ശേഖരിച്ചു. കഴിഞ്ഞ ദിവസം കൊലപാതകം നടന്ന സ്ഥലത്തും CBI സംഘം എത്തിയിരുന്നു.